വസന്തവത്ത് തെങ്ങുമ്പള്ളി, നിങ്ങൾക്ക് ഇ ഡിയോടുള്ളൊരു മനോഭാവത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടോ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ കാര്യത്തിൽ? കാരണം ഇപ്പോൾ 31-ാം തീയതി നിങ്ങൾ വലിയൊരു മാർച്ച് നടത്താൻ പോകുകയാണ് AICCയുടെ നേതൃത്വത്തിൽ. ഒന്ന്, നിങ്ങളുടെ ഫണ്ട് ഫ്രീസ് ചെയ്ത നടപടി, അതുപോലെ കെജ്രിവാളിൻ്റെയും ഹേമന്ത് സോറന്റെയും അറസ്റ്റിനെതിരായ, അവരെ ജയിലിലിട്ടതിനെതിരായ ഒരു പ്രതിഷേധം എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് മാർച്ച് 31-ാം തീയതി. ഇവിടെ നിങ്ങൾ ദേശീയ തലത്തിലെടുത്ത നിലപാടിന് വിരുദ്ധമായ നിലപാടുകളാണ് എക്കാലവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിൽ ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. നിങ്ങളുടെ നിലപാടിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റമുണ്ടോ? കേരളത്തിൽ ഇ ഡി എടുത്ത കേസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ നിലവിലത്തെ സ്റ്റാറ്റസ് കോ കാണുമ്പോൾ മനസ്സിലാവും ഈ കേസ് എവിടെ പോയി നിൽക്കുന്നു. നോക്കൂ, കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ അന്വേഷണം എവിടെ എത്തി? അന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും സഹകരണ വകുപ്പിന്റെ തന്നെ മന്ത്രിയുമായ AC മൊയ്തീനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, നാളെ രാവിലെ ജയിലിലേക്ക് വിടും എന്നായിരുന്നല്ലോ ഇ ഡിയുടെയും BJP-യുടെയും ഭാഷ്യം. ആ കേസ് എവിടെ പോയി നിൽക്കുന്നു? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ലൈഫ് മിഷൻ കേസ് ഈ പാനലിലുള്ളവർ എല്ലാവരും തന്നെ അഡ്വക്കേറ്റ്സ് ആണ്, എന്നെക്കാളും സീനിയറുമാണ്. അവർക്ക് പറയാമല്ലോ, ലൈഫ് മിഷൻ കേസ് ഒരു അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്ലേസ് ഓഫ് ഒക്കുറൻസിൽ അന്വേഷണ ഏജൻസി എത്തേണ്ടതായിട്ടുണ്ട്. അതിന് മ്യൂസിയം പോലീസ് ആണെങ്കിലും ഇ ഡി ആണെങ്കിലും പ്ലേസ് ഓഫ് ഒക്കുറൻസ് ഏതാ? ലൈഫ് മിഷൻ ചെയർമാന്റെ ഓഫീസാണ്. ആരാണ് ലൈഫ് മിഷൻ ചെയർമാൻ? ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ അന്വേഷണ ഏജൻസി എത്തിയിട്ടില്ല. ലൈഫ് മിഷൻ കേസും വൃതാവിൽ തന്നെ ആയിട്ടുണ്ട്, വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതുപോലെയായിരിക്കും ഈ കേസുകളും. ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മാസപ്പടിയുമായി ബന്ധപ്പെട്ടും അതിനുശേഷം ഉണ്ടായ ഓരോ കേസുകളുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് ഉയർത്തിവിട്ട ഓരോ ആരോപണത്തിലും ഞങ്ങൾ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇ ഡി ഈ അസ്ഥാനത്തെ ഒരു അമ്പെയ്ത്ത് അത് ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് ചെറിയൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട്, ഒരു ഇലക്ഷൻ സ്റ്റണ്ട്, ഞങ്ങൾ തമ്മിൽ പോരാട്ടത്തിലാണ് എന്ന് കാണിച്ചു വരുത്താൻ വേണ്ടിയാണ് എന്നാണ് ഞങ്ങളുടെ ആരോപണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് കരുവന്നൂർ കേസ് അവിടെ നിൽക്കുന്നു? ഈ പറയുന്ന ലൈഫ് മിഷൻ കേസ് അവിടെ നിൽക്കുന്നു? ഇ ഡി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലും ഇ ഡി ഇതാ ഞങ്ങൾ ഇപ്പോൾ പിടിക്കാൻ പോകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും ഇ ഡി സ്വീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയോട് വിവിധ ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചില്ലേ, ഇ ഡി ഏതെങ്കിലും കേസിൽ നിങ്ങൾക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതേ അന്വേഷണ ഏജൻസിയാണ് SFI കൊടുത്ത് അഫിഡവിറ്റ് പറയുന്നത് 2018-ലും 2021-ലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി അന്വേഷണം നടന്നിരുന്നു എന്നാണ് പറയുന്നത്. 18-ലും 21-ലും നടന്ന അന്വേഷണത്തിൽ ഇ ഡി ഒരു FIR പോലും ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? 3-4 വർഷമായി. SFIയുടെ അഫിഡവിറ്റ് ആണ്. തള്ളി പറയാൻ പറ്റുമോ? BJP പ്രതിനിധിക്കെങ്കിലും തള്ളി പറയാൻ പറ്റുമോ? കരുവന്നൂർ കേസ് അവിടെ പോയി നിൽക്കുന്നു, കൊടകര കുഴൽപ്പണ കേസ് അവിടെ നിൽക്കുന്നു. ഇതൊക്കെ വെറും പരസ്പര സഹകരണ സംഘങ്ങളായി സെറ്റിൽ ചെയ്യപ്പെടും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ BJP-യുടെ നയം ജയിൽ ഓർ ജോയിൻ തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഒന്നേ ജയിലിൽ പോകാം, ഇല്ല ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നവരെ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാന്നുള്ളതല്ല, അവരുമായി ചേർന്ന് പോവുക, അവരുടെ ചില സെറ്റിൽമെന്റുകൾക്ക് തയ്യാറാവുക. അതാണ് കുടകര എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. കുടകര സെറ്റിൽ ചെയ്യുമ്പോൾ കരുവന്നൂർ സെറ്റിൽഡ് ആയി എന്നുള്ള ആരോപണം മുമ്പോട്ട് വെച്ചാൽ അതിനെ പൊതുജനം ഏതായാലും തള്ളിക്കളയില്ല എന്നൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഒരു സെറ്റിൽമെന്റ് ഇവിടെ ഉണ്ടാകുന്നു. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് BJP-യും CPM-ഉം തമ്മിൽ ഒരു സെറ്റിൽമെന്റ് നടക്കുന്നു, അതുകൊണ്ടാണ് ഇവിടെ നടപടികൾ ഒന്നും ഇല്ലാത്തത്.